പടിഞ്ഞാറൻ യു പിയിലാണ്. ഇതാണ് ഇവിടുത്തെ അരിവാള്. നമ്മുടെ അരിവാള് പോലെയല്ല, രൂപവ്യത്യാസമൊക്കെ ഉണ്ട്. ദീദി ക്യാ പോലെ ദറാത്തി ദറാത്തി എന്നാണ് ഇതിന്റെ പേര്. എന്തായാലും ഞാനും ഒന്ന് ഈ ഗോതമ്പ് അരിഞ്ഞു നോക്കാം. दीदी क्या सरकार मदद करती है? हमारे तो कुछ नहीं करते, हमें तो करना और खाना है. जहाँ भी जाओगे, जिस दफ्तर में जाओगे मदद के लिए, ये कागज लाओ, वो करो, उसमें ही टाइम वेस्ट. ना मैं ये कहूँ भाई वो आना चाहिए. ठीक है, हमारे लिए तो जो है यही है, धरती माता है, इसमें से पैदा करेंगे और खाओगे. ഈ കർഷക രോഷം യുപിയിൽ RLD സഖ്യം കൊണ്ട് മറികടക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ അതത്ര എളുപ്പമാകാനിടയില്ല. വിവാദ ബില്ലുകൾ പിൻവലിച്ച് ഒന്നാം കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ താങ്ങുവിലയിൽ ഉൾപ്പെടെ അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. കാർഷിക കടങ്ങൾ എഴുതി തള്ളണം എന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. വൈദ്യുതി രംഗം സ്വകാര്യവൽക്കരിക്കരുത് എന്നും ആവശ്യപ്പെടുന്നു. വീണ്ടും സമരരംഗത്താണ് കർഷകർ. എന്നാൽ കർഷകരുടെ സമരത്തിന്റെ ആവശ്യങ്ങളോട് മോദി സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു. പോളിംഗ് ബൂത്തിൽ വോട്ടും കർഷകർ സമരായുധമാക്കുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പടിഞ്ഞാറൻ യുപിയുടെ വിധി നിശ്ചയിക്കും. വയലുകളിൽ പ്രതിഷേധം അടങ്ങിയിട്ടില്ല. വിയോജിപ്പിന്റെ ഈ ശബ്ദവും പടിഞ്ഞാറൻ യുപിയിൽ വോട്ടിൽ പ്രതിഫലിച്ചേക്കും. ബാഗ്പത്തിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.